ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവരും ഊണ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയല്ലേ? ഊണ് കഴിക്കുമ്പോൾ സ്പെഷ്യലായിട്ടൊരു ഓംലെറ്റും കൂടി കിട്ടിയാലോ അടിപൊളിയായിരിക്കില്ലേ? ചോറിൻ്റെ കൂടെ ഒരു ഓംലെറ്റും കൂടി ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് നമ്മുടെ കരണ്ടി ഓംലെറ്റാണ്. സാധാരണ നമ്മൾ തമിഴ്നാട്ടിലാണ് കരണ്ടി ഓംലെറ്റ് കാണാറുള്ളത്. ഇത്രയും വലിപ്പം ഉണ്ടാവാറില്ല, കുറച്ചുകൂടി വലിപ്പം കുറവായിരിക്കും. അവർ നമ്മൾ സാമ്പാറൊക്കെ എടുക്കുന്ന കയ്യിലാണ് ഓംലെറ്റ് ഉണ്ടാക്കുക. നമ്മളിവിടെ നമ്മൾ വറവിടുന്ന പാനിലാണ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിപ്പമുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കയ്യിലോ പാനിലോ ഏതിലാണെന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓംലെറ്റ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എങ്ങനെയാണ് നമുക്ക് ഈ ഓംലെറ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഓംലെറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് കണ്ടാലോ? ഓംലെറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണാനും മാത്രമൊന്നുമില്ല. നമ്മുടെ മുട്ട വേണം, സവോള ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്, പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചെടുക്കാം. നിങ്ങൾക്ക് എത്ര മുട്ട വേണം എന്നുള്ളതനുസരിച്ച് എടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള പാൻ എത്ര വലിപ്പമുള്ളതാണെന്നുള്ളതനുസരിച്ച് മുട്ടയുടെ എണ്ണം തീരുമാനിക്കുക. ചെറിയ പാനാണെങ്കിൽ ഒരു 3 മുട്ടയൊക്കെ മതിയാവും. വലിയ പാനാണെങ്കിൽ 5 മുട്ട വരെ എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം മുട്ട ഒന്ന് പൊട്ടിച്ച് ബൗളിലേക്ക് മാറ്റട്ടെ. അതിന് ശേഷം നമുക്കിതൊക്കെ ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ 5 മുട്ടയും ബൗളിലേക്ക് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം കേട്ടോ. ഒരു ടിപ്പാണ്, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്കൊക്കെ യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞക്കരു ഒട്ടും തന്നെ പൊട്ടിയിട്ടില്ല. ഇതുപോലെയുള്ള മുട്ടയാണെങ്കിൽ നല്ല മുട്ടയാണ്. മഞ്ഞക്കരു പൊട്ടിയിട്ടുണ്ടെങ്കിൽ മോശം മുട്ടയായിരിക്കും. അത് ഒരു ചെറിയ ടിപ്പാണ്. ഇല്ലെങ്കിൽ നമ്മൾ മുട്ട വെള്ളത്തിലിടുമ്പോൾ മുട്ട പൊങ്ങി കിടക്കുന്നതും താഴ്ന്നു കിടക്കുന്നതും, പൊങ്ങി കിടക്കുകയാണെങ്കിൽ മോശം മുട്ടയായിരിക്കും, താഴ്ന്നു കിടക്കുന്നത് നല്ല മുട്ടയായിരിക്കും. അങ്ങനെ അതുപോലെ ചെക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ മുട്ട പൊട്ടിച്ചിട്ട് മഞ്ഞക്കരു പൊട്ടി പോവാതെ കിട്ടുകയാണെങ്കിൽ നല്ല മുട്ടയായിരിക്കും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നല്ല മുട്ട ശ്രദ്ധിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, സവോള നന്നായിട്ട് ചോപ്പ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അതുപോലെ പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട കേട്ടോ, ഒരു സവോളയുടെ 1/4 ഭാഗമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുട്ടയ്ക്ക് ഉപ്പ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അത് ഏത് റെസിപ്പിക്കാണെങ്കിലും ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. മുട്ടയ്ക്ക് ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വീണ്ടും ചേർക്കാൻ പറ്റില്ല. പിന്നെ ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി, അത്രയും മതി, അധികം വേണ്ട. പിന്നെ നമ്മൾ പച്ചമുളക് ഒരെണ്ണം ചേർത്തിട്ടുണ്ടെങ്കിലും കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയും കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓംലെറ്റിൻ്റെ കളർ മാറിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചായിട്ട് ചേർക്കുന്നത്. ഇനി നമുക്കിതൊരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഫോർക്കാണ് ബീറ്റ് ചെയ്യാൻ എപ്പോഴും നല്ലത്. നന്നായിട്ടൊന്ന് മിക്സായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. സവോളയും പച്ചമുളകും എല്ലാം നമ്മുടെ മുട്ടയുടെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആയി വരണ്ടേ, ആ ഭാഗത്തിലൊന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഞാനിവിടെ വറവിടാൻ എടുക്കുന്ന പാനാണ് എടുക്കുന്നത്. അപ്പോൾ ആ പാൻ കുറച്ച് വലുതാണ്, അതുകൊണ്ടാണ് ഞാൻ 5 മുട്ട എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ കയ്യിലുണ്ടല്ലോ, നമ്മളിതുപോലെ ഇങ്ങനെ ഇരിക്കുന്ന, എന്താ പറയുക, നമ്മളിപ്പോൾ ഞാൻ പായസമൊക്കെ എടുക്കുന്ന കയ്യിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലത്തെ കയ്യിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 2 മുട്ട എടുത്താൽ മതി കേട്ടോ. അതുപോലത്തെ കയ്യിലും ചെയ്യാം, പക്ഷേ ഇത് നമുക്ക് കുറച്ചുകൂടി വലുതായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടാക്കിയിട്ട് നമുക്ക് ഓംലെറ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വറവിടുന്ന പാനിൽ. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം നല്ലത്. കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് പാനൊന്ന് ചുറ്റിച്ചെടുക്കുക. പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണ ആവണം. അപ്പോഴാണ് നമുക്ക് ഓംലെറ്റ് കറക്റ്റായിട്ട് വിടുവിച്ചെടുക്കാൻ പറ്റുക. കറക്റ്റ് ഒന്ന് കമിഴ്ത്തി എടുക്കുമ്പോൾ തന്നെ വിട്ട് വരിക. ഇല്ലെങ്കിൽ കമിഴ്ത്തി എടുക്കുമ്പോൾ വിട്ട് വരില്ല. ഓവറായിട്ട് പാൻ ചൂടായി പോകരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് ചൂടായി പോയിട്ടുണ്ടെങ്കിൽ ഓംലെറ്റ് നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ ആ മുട്ട കരിഞ്ഞു വരും, ബാക്കിയുള്ള ഭാഗം കുക്കായി വരില്ല. ഇനി ഞാൻ ഫ്ലെയിം കുറച്ച് വെക്കുകയാണ്. ഇതിലേക്ക് നമ്മുടെ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ബീറ്റ് ചെയ്തിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് കുക്കായി വരണം എന്നുണ്ടെങ്കിൽ അടച്ചു തന്നെ വയ്ക്കണം. തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വരില്ല. അപ്പോൾ ഞാനൊന്ന് അടച്ചു വയ്ക്കട്ടെ. നമ്മുടെ മുട്ട ദാ നന്നായിട്ട് പൊങ്ങി വന്ന് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഞാൻ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു, വീണ്ടും അടച്ചു വയ്ക്കാൻ പോകണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡൊക്കെ കുക്കായിട്ടുണ്ട്, നടുഭാഗം കുക്കായിട്ടില്ല. അപ്പോൾ നടുഭാഗം ഒന്ന് കുക്കായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് നന്നായിട്ട് കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കും കേട്ടോ കുക്കായി വരാനായിട്ട്. നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുമ്പോൾ പാൻ നിറച്ചാവും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് വേണം മുട്ടയുടെ എണ്ണം എടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.
അപ്പോൾ നമുക്ക് നമ്മുടെ ഓംലെറ്റ് ഞാൻ എന്താ ഈ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാൻ പോവാണ്. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കണം കേട്ടോ. നമ്മൾ പാനിൽ മുഴുവനായിട്ട് എണ്ണ തടവിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വിട്ട് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെയുണ്ട്, നല്ല അടിപൊളി കളറല്ലേ. അടിഭാഗം കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്, കരിഞ്ഞു പോയിട്ടില്ല, കളർ മാറിയിട്ടേ ഉള്ളൂ. ഇൻസൈഡും പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. നമ്മുടെ ഓംലെറ്റ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഓംലെറ്റ് റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എപ്പോഴും നമ്മൾ പരന്ന പാനിലല്ലേ ഓംലെറ്റ് ഉണ്ടാക്കുക. അപ്പോൾ അതുപോലെ കുഴിവുള്ളൊരു പാനിൽ ഓംലെറ്റ് ഉണ്ടാക്കി നോക്കൂ. ഒരു വ്യത്യസ്തമായ ഓംലെറ്റ് അല്ലേ. അപ്പോൾ എന്തായാലും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നമുക്കറിയാം ഓംലെറ്റ് സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആണെങ്കിൽ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ചൂടൊന്ന് കുറഞ്ഞാലേ കയ്യിലെടുത്ത് പിടിച്ച് കാണിച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിപ്പോൾ കയ്യിലെടുത്ത് പിടിച്ചിട്ട് കാണിക്കാൻ പറ്റില്ല, നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കാണുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.